ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു സംശയമാണ്, ചില ഓപ്ഷൻസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത് എന്താണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഓപ്ഷൻ അതുപോലുള്ള ഒരു ഓപ്ഷനാണ്, വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ പലർക്കും ഇത് അറിയില്ല, കാരണം അത് രഹസ്യ അറിയാൻ്റെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു തരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു, വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് കുറേ ഫ്രണ്ട്സിന്റെ പ്രൊഫൈൽ നെയിംസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ കോൾസ് കാണിക്കും, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഓപ്ഷൻസിലൊന്നും നമുക്ക് വേണ്ട കാര്യം കാണുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ ചാറ്റ്സ് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് വരുന്നൊരു കാര്യമാണ് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം കാണുള്ളൂ. ഇതുകൊണ്ടാണ് പലർക്കും ഈ ഒരു ഓപ്ഷൻസ് ഒന്നും അറിയാത്തത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻഫർമേറ്റീവ് ഉള്ള ഒരു കാര്യമാണിത്. കാരണം ഇതിൽ നമുക്ക് അൺറീഡ് കാണിക്കുന്നുണ്ട്, ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, ജിഫ്, ഓഡിയോ, ഡോക്യുമെന്റ്സ്, പോൾസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആരും ഇത് വിട്ടുപോകരുത്. അപ്പം നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്, അപ്പം അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന മെസ്സേജുകൾ, നമ്മൾ വായിക്കാത്ത മെസ്സേജുകളാണെങ്കിൽ ജസ്റ്റ് ആ അൺറീഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺറീഡ് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. ചില ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാൻ അയച്ചൊന്നും നീ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ജസ്റ്റ് ഒന്ന് അൺറീഡ് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് ഫോട്ടോസ് പറയുന്ന ഒരു ഓപ്ഷൻ. ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഇത് ആരാണ് അയച്ചതെന്ന് അറിയണില്ല, ആ 3 ഡോട്ട്സ് കാണുന്നില്ല. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേരടക്കം കാണിക്കുന്നുണ്ട്, ആരാണ് നമുക്ക് എന്നാണ് അയച്ചതെന്നുള്ള കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത് നമുക്ക് വരുന്നത് വീഡിയോസ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏത് മാസമാണ് അയച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ ആരാണ് നമുക്കത് അയച്ചു തന്നതെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ലിങ്കുകളാണ്. അതായത് നമുക്ക് വാട്സപ്പിൽ കുറേ ലിങ്കുകൾ നമുക്ക് പലരും അയച്ചു തരാണ്. ചില സമയത്ത് നമ്മൾ അയ്യോ ആ ലിങ്ക് എവിടെ പോയി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ലിങ്ക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് ജിഫ് ആണ്, GIF ഇമേജുകൾ. നമുക്ക് പല ഫ്രണ്ട്സിന് നമ്മൾ ബർത്ത്ഡേ മെസ്സേജ് അയക്കാറുണ്ട്, ന്യൂ ഇയർ അയക്കാറുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയക്കാറുണ്ട്, നമുക്ക് അയച്ചു തരാറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നോക്കിയിട്ട് ആരെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ ഓഡിയോ ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഓഡിയോ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓഡിയോ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആരാണ് അയച്ചതെന്നുള്ളതും. ആ ഓഡിയോ മെസ്സേജുകൾ ഒരു ഫയൽ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല എന്നർത്ഥം. അടുത്തത് നമുക്ക് ഇവിടെ കാണുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന, മൊബൈലിലേക്ക് വന്നല്ല വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്ന, CDC എന്ന് വന്നിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം, അങ്ങനെയുള്ള പല ഫോമുകൾ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഈ ഒരു ഡോക്യുമെന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ മൊത്തം സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ സെർച്ചിൽ പോയിട്ട് ഡോക്യുമെന്റ്സ് മാത്രം നോക്കിയാൽ മതി. അതാണ് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് പോൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. അത് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കുറേ പോളുകൾ ചെയ്യാറുണ്ട്. അതായത് ഫേസ്ബുക്കിൻ്റെ പോൾസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടെ ചോദിക്കേണ്ടത് ഡു യു നോ ബേസിക്സ് ഓഫ് ഫേസ്ബുക്സ് ആഡ്, ഇങ്ങനെയുള്ള പോളുകൾ. അപ്പോൾ നമ്മൾ യെസ് നോ കൊടുത്ത് നമ്മൾ ആ പോളിൽ നമ്മൾ ഒരു ഇലക്ഷൻ പോളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ പോൾസിലാണ് ഉണ്ടാവും. അപ്പം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഇവിടെ വെച്ചത്. ശരിക്കും ഇതൊക്കെ വിസിബിളായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വാട്സപ്പിൽ കുറേ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം അത് കുറച്ച് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ. നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻസ് ഒന്നും കാണില്ല. പക്ഷെ നമുക്കത് ആ സെർച്ചിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.